അത് ഞാന് എല്ലാവർക്കും ഒരു ടാസ്ക് തരാൻ പോവാ. എന്റെ പാട്ടിന്റെ വീഡിയോയില് ലാലങ്കള് ഈ ഇല വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ പാടുമ്പോ ആര്യ ചേച്ചി മധുവങ്ങളും എന്തെങ്കിലും ഇത് പൊട്ടിക്കണം. ഏറ്റവും കൂടുതൽ പൊട്ടിച്ചാലും ഒച്ച വരുന്ന ആൾക്ക് അടുത്ത ഷൂട്ടിന് ഒരു സമ്മാനം. അപ്പൊ പൊട്ടിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരും പൊട്ടിക്കും. ഞാൻ ജയിക്കും. എന്നിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇതിലെ പൊക്കോ. ഇത് എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം അല്ലേ? ആ എടുത്തോ, ഇത്ര എടുത്തോളേ. ഞങ്ങൾ കൊടുക്കാം, ഞാൻ കൊടുത്തോളാം. വാ, ദ്വിതിക്കുട്ടി തിരിച്ചു പോരെ. നമ്മുടെ ദ്വിതിക്കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്കിലുമെല്ലോ മലാൾക്ക് താമസിക്കാനും കരളിൽ ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിനിന്ദ്രനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവി ഇത് നമ്മുടെ ദ്വിതിക്കുട്ടിയുടെ അമ്മ വീടാണ് കേട്ടോ, അല്ലേ? അമ്മ വീടാണ്. അപ്പൊ ഈ പാട്ടിലുള്ളതും ഇങ്ങനത്തെ ഒക്കെ ഒരു ആംബിയൻസ് ആണല്ലോ. അപ്പൊ അവിടെ ഇരുന്ന് ദ്വിതിക്കുട്ടി പാടുന്ന വീഡിയോ ആണിത്. നല്ല ലൊക്കേഷൻ, നല്ല സ്ഥലം അല്ലേ? എവിടെയാണ് ബ്യൂട്ടിഫുൾ അല്ലേ? പഠിച്ചു വന്നിട്ട് നീന്താൻ കുറച്ച് പഠിച്ചു. മീനൂട്ടനെ ഞാനാ പഠിപ്പിച്ചേ, ബിരിയാണി ചെമ്പില് വെള്ളം ഒഴിച്ചിട്ട് നീന്താൻ. നിങ്ങൾ രണ്ടുപേരും കിടക്കായിരുന്നു പണ്ട്. അങ്ങനെ ഒരു കുട്ടിക്കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അമ്കുട്ടി ഇന്ന് പാടാൻ പോകുന്ന പാട്ട് അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ്. വൺ ഓഫ് മൈ വെരി സ്ട്രോങ് ഫേവറേറ്റ്സ്. അതാണ് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഇവിടെ പലപ്പോഴും ഞാൻ പാടിയിട്ടുണ്ട് ഈ പാട്ട്, ഓർമ്മയില്ലേ? അത് ഇഷ്ടം കാരണമാണ് പാടിപ്പോകുന്നത്. ഇതിന്റെ BGM ഇതൊരു 5 ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് മാത്രം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. വെറും 4 or 5 ഇൻസ്ട്രുമെന്റ്. അത് സത്യനന്ദിക്കാട് സാറാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്, വരികൾ എഴുതിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ പാട്ട് ഇത്ര ഇൻസ്ട്രുമെന്റേ ഉള്ളൂ. അപ്പൊ അതില് ഇങ്ങനെ ഇടയ്ക്ക് ഷട്ടിൽ കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു സൈഡിൽ നിന്ന് അപ്പൊ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇഫക്ട്സ് ചെയ്യുന്ന ആളാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ തമിഴില് എനിക്ക് തോന്നുന്ന ഇളയരാജ സാറിന്റെ ഒരു പാട്ടില് ഇതുപോലെയുണ്ട്. അതിന്റെ ഒരു 4-5 ഇൻസ്ട്രുമെന്റ് മാത്രം വെച്ചിട്ട് ഈ രാവിലെ ഓടാൻ പോകുമ്പോൾ ആ ഒരു പാട്ടുണ്ടല്ലോ, കാൽപാദത്തിന്റെ ശബ്ദത്തില്. അതെ അതെ അതെ, അത് പരുവമേ, അത് തന്നെ കറക്റ്റ്. പുതിയ പാടൽ പാട്. അതെ, അങ്ങനെ ഋതത്തിൽ മാത്രം. അതുപോലെയാണ് ഈ പാട്ട്. സോ ഞാനിതൊക്കെ പറഞ്ഞു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോങ് ആണ്. അത് നമ്മുടെ ദ്യുതിക്കുട്ടി അത് എടുത്തിരിക്കുന്നതിൽ അങ്കിളിന് ഒത്തിരി 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 സന്തോഷമുണ്ട്. ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഏതാണ്? അടുത്തടുത്ത്. ഓക്കെ, ഇത് പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്, ചിത്രചേച്ചിയും പാടിയിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് സത്യനന്ദിക്കാട് സാറാണ്. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നതും സത്യനന്ദിക്കാട് സാറാണ്. ഇത് മ്യൂസിക് ആരാണ്? രവീന്ദ്രൻ മാസ്റ്റർ. രവീന്ദ്രൻ മാസ്റ്റർ തന്നെയാണ് മ്യൂസിക്. അപ്പൊ നന്നായിട്ട് പാടണേ. തന്നിൽ ചേരും നിമിഷം
മോഹം നൽകും ദൂതുമായി മേഘം ദൂരെ പോയി വരും. മോഹം നൽകും ദൂതുമായി മേഘം ദൂരെ പോയി വരും. തേനൊലിയായി കിളികൾ മൊഴിയും. ഓയ് അരുവിക്കുളിരിൽ ഇളമീനിളകും. അരുമച്ചിറകിൽ കുരുവികൾ പാറും. ഈ കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഓയ് താരും തളിരും ചൂടും ഹൃദയം. ഓയ് മഞ്ഞും മഴയും മലരായി മാറും. ഈ കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. അപ്പൊ നമുക്ക് മാർക്കിലോട്ട് പോവാം. യെസ്. മാർക്ക് തരട്ടെ. 98.5 ഔട്ട് ഓഫ് 100. ശ്രുതികുട്ട, താങ്ക് യു. ടാറ്റാ. See you. ടാറ്റാ. ബൈ.